ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ സോളാറിന്റെ ഒരു DC സിസ്റ്റത്തെ പറ്റിയാണ്. നമ്മുടെ വ്യൂവേഴ്സ് കുറേ നാളുകളായി നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് ഒരു സോളാറിന്റെ DC സിസ്റ്റത്തിന്റെ ഒരു വയറിങ്ങും അതിന്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാമോ എന്നുള്ളത്. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം 10 വർഷമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു DC സിസ്റ്റമാണ്. അപ്പോൾ ഈ DC സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രയോജനപ്രദമായ ഒരു സംഗതിയാണെങ്കിൽ കൂടി കേരളത്തിൽ വളരെ കുറച്ച് മാത്രമേ ഇതുവരെ ആളുകൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. സോളാറിന്റെ ഒരു DC യൂണിറ്റിൽ നമുക്ക് ലൈറ്റ്, ഫാന്, മൊബൈൽ ചാർജിങ്, റേഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. DC സിസ്റ്റം ആണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള കാശിനനുസൃതമായിട്ട് ചെറിയൊരു സിസ്റ്റമോ വലിയൊരു സിസ്റ്റമോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെലവ് കുറച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് വളരെ വിശാലമായിട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തെ പറ്റി കൂട്ടിയും കുറച്ചും ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുക. നമ്മുടെ KSEBയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കറണ്ട് ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയും. AC എന്നാണ് സാധാരണ പറയാറ്. നമുക്ക് സോളാർ പാനലിൽ നിന്നോ ബാറ്ററിയിൽ നിന്നോ ലഭിക്കുന്ന കറണ്ട് ഡയറക്റ്റ് കറണ്ട് ആണ്. അതിനെ നമ്മൾ DC എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഒരു സോളാർ സിസ്റ്റത്തിൽ ഡയറക്റ്റ് കറണ്ട് നമ്മൾ നേരിട്ട് തന്നെ ഉപയോഗിക്കുകയാണ് ഒരു DC സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു DC സിസ്റ്റത്തിൽ നമ്മൾ സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന കറണ്ട് ബാറ്ററി സ്റ്റോർ ചെയ്യുകയോ ഡയറക്റ്റോ തന്നെ നമ്മുടെ എക്യുപ്മെന്റിലേക്ക് കൊടുക്കുകയും വർക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഒരു DC സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് സോളാർ പാനൽ, ബാറ്ററി, ലൈറ്റ് അല്ലെങ്കിൽ DC എക്യുപ്മെന്റുകൾ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ സിസ്റ്റം തുടങ്ങിയവയായിരിക്കും ഇങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. സോളാറിന്റെ ഒരു DC സിസ്റ്റത്തിൽ കൂടുതൽ ബാക്കപ്പോ കാര്യങ്ങളോ വേണ്ടിയ ആളുകൾ കൂടുതൽ ബാറ്ററിയും കൂടുതൽ പാനലുകളും ഉപയോഗിക്കും. അല്ല, നമുക്ക് കുറച്ച് ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, കറണ്ട് പോകുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ആ രീതിയിലുള്ള ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു സോളാറിന്റെ DC സിസ്റ്റത്തിൽ നമുക്ക് ലൈറ്റ്, ഫാന്, മൊബൈൽ ചാർജിങ്, സ്റ്റീരിയോ തുടങ്ങിയ എക്യുപ്മെന്റുകളൊക്കെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ DC കറണ്ടിൽ പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റുകൾ ആയിരിക്കണമെന്ന് മാത്രം. സോളാറിന്റെ DC സിസ്റ്റം കാണിക്കുന്നതിനായിട്ട് 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ കാണിക്കുന്നത്. ആദ്യം ഇത് ഫിറ്റ് ചെയ്തതിനു ശേഷം ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വയറിങ്ങും ആ രീതിയിലുള്ള ലൈറ്റുകളും ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോളാറിന്റെ ഒരു DC സിസ്റ്റത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സോളാർ പാനൽ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം, ബാറ്ററി, ലൈറ്റ്, ഫാന് തുടങ്ങിയ DC എക്യുപ്മെന്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സോളാർ പാനലിനെ പറ്റി, ഇതിന്റെ വയറിങ്ങിനെ പറ്റി ആദ്യമേ പറയാം. ഇത്തരത്തിലുള്ള പാനലുകളായിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ ചെറിയ സിസ്റ്റമായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചെറിയ പാനലുകൾ ഉപയോഗിച്ചാൽ മതിയാവും. വലിയ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ കൂടുതൽ വാട്ടേജുള്ള പാനലുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ പാനലുകളാണെങ്കിൽ നമുക്ക് പോളിക്രിസ്റ്റലിനും മോണോക്രിസ്റ്റലിനും പാനലുകളൊക്കെ ലഭിക്കുന്നുണ്ട്. DC സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഏത് പാനലുകൾ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു 100 വാട്ടിന്റെ പാനലാണ്. ഇപ്പോൾ ഇതിന്റെ പാനലിന്റെ മറുവശമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ബോക്സിനകത്ത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കാണും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് DC വയറിങ്ങിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു കളർ കൊടുത്തു പോകുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾക്ക് കണക്ഷൻ കൊടുത്തു വരുമ്പോൾ തെറ്റാതിരിക്കുന്നതിന് അത് വളരെ സഹായകരമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്ക് വശം തുറന്ന് കാണിക്കാം. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ചെറിയ പാനലുകളിൽ വയറ് സോൾഡർ ചെയ്തോ അല്ലെങ്കിൽ വയറ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടോ ക്ലിപ്പ് ചെയ്തിട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് ലൈന് നെഗറ്റീവ് ലൈനും ഓരോ കളർ കോഡ് കൊടുത്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പാനലിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും 2 ടെർമിനലുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 12 വോൾട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പോസിറ്റീവിനായിട്ട് നമ്മൾ മഞ്ഞ വയറും നെഗറ്റീവിനായിട്ട് നമ്മൾ നീല വയറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പാനലിൽ കണക്ഷൻ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ചെറിയ സിസ്റ്റം ചെയ്യുന്നവർ ചെറിയ പാനലും വലിയ സിസ്റ്റം ചെയ്യുന്നവർ വലിയ പാനലും എടുക്കുക. അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത സിസ്റ്റം കാണുന്നതിനായിട്ട് നമുക്ക് പോകാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ് കാണുന്നത്. ഇതിന്റെ പാനലുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ 70 വാട്ടിന്റെ 2 പാനലുകളാണ് നൽകിയിരുന്നത്. ഇവിടെ ആദ്യം ഒരു ചെറിയ ബാറ്ററി ആയിരുന്നു വെച്ചിരുന്നത്. ആ സമയത്ത് നമ്മൾ 70 വാട്ട് പാനൽ, കുറച്ചുകൂടെ ആംബിയർ കൂടിയ ബാറ്ററി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ 70 വാട്ട് പാനലോടെ കൊടുത്ത് 140 വാട്ട് പാനലാക്കിയായിരുന്നു ചെയ്തിരുന്നത്. പാനലുകൾ തമ്മിൽ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ പാരലായിട്ടുള്ള കണക്ഷനും രീതികളൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിശദമായിട്ട് മനസ്സിലാക്കി തരാം. അപ്പോൾ ചെറിയ സിസ്റ്റം ഉപയോഗിക്കുന്നവർ ചെറിയ പാനലും വലിയ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾ വലിയ പാനലും വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ വളരെ തുറന്ന ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. രാവിലെ സൂര്യനെ ഉദിക്കുമ്പോൾ മുതൽ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള വെയിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാനലിലാണെങ്കിൽ പായല് പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ട് നമുക്ക് എഫിഷ്യൻസി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാക്കപ്പ് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ പാനലൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
പാനലിൽ പായലോ അഴുക്കോ ഉണ്ടെങ്കിൽ നമ്മളത് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ഇതിന് താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റവും ബാറ്ററിയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് സോളാർ പാനലിൽ നിന്ന് വരുന്ന കേബിളുകളാണ് കാണുന്നത്. ആ കേബിൾ ഒരു കുഴലിൽ കൂടി താഴേക്ക് വരുന്നു. മുകളിൽ നിന്ന് കേബിൾ താഴേക്ക് വന്നതിന് ശേഷം ഒരു കൺട്രോൾ യൂണിറ്റിൽ കയറും. ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു ബ്രേക്കർ സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോളാർ പാനൽ വീഡിയോ ഒക്കെ വിട്ടുകയാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് ഡിസ്കണക്ട് ചെയ്യുന്നതിനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പുതിയ സിസ്റ്റത്തിലാണെങ്കിൽ ഈ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ലൈനിനും നമ്മൾ ബ്രേക്കറുകൾ കൊടുക്കാറുണ്ട്. ഇത് പഴയ ഒരു വയറിംഗ് ആയതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കാഞ്ഞത്. ഇവിടെ നമ്മൾ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് കേബിള് ബാറ്ററിയിലേക്ക് വരുന്നു. ബാറ്ററിയിൽ വന്നതിന് ശേഷം നമ്മൾ കളർ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവിന് റെഡ് വയറും നെഗറ്റീവിന് ബ്ലാക്ക് വയറും ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ബാറ്ററിയിൽ നിന്ന് വീണ്ടും കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ചെന്നതിന് ശേഷമാണ് ലൈറ്റ്, ഫാന് തുടങ്ങിയ എക്യുപ്മെന്റുകളിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 2 നിലയ്ക്കും ഓരോ കേബിൾ സിസ്റ്റം പോകത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നില ആദ്യ സമയത്തുണ്ടായിരുന്നു, മുകളിലത്തെ നില പിന്നീട് പണിതാണ്. അപ്പൊ രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ ചെയ്തു. വയറിംഗ് ചെയ്യുന്ന സമയത്തും നമ്മൾ രണ്ടായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒരു നിലയിലെ സിസ്റ്റത്തിന് എന്തെങ്കിലും വരുന്നു, അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ കലാമിറ്റീസോ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് താഴത്തെ നിലയിൽ വെള്ളം കയറോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ നിലയിലെ ലൈറ്റുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 രീതിയിൽ രണ്ടായിട്ട് തന്നെ വയറിംഗ് ചെയ്യുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും. അതായത് 2 നിലയിലേക്കും 2 കേബിളിംഗ് പോവുക, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുന്നതിനും ഇതുപോലെ തന്നെയുള്ള ബ്രേക്കർ സിസ്റ്റങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ താഴത്തെ നില നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പുതിയ രീതിയിലുള്ള വയറിങ്ങും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം. പാനലിന്റെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ചെറിയ പാനലോ വലിയ പാനലോ ഉപയോഗിക്കാവുന്നു. ചെറിയ പാനൽ ഉപയോഗിക്കുന്ന ആളുകൾ ഇത്രയും വലിയ ബാറ്ററികൾ വെക്കേണ്ട കാര്യമില്ല, ചെറിയ ബാറ്ററികൾ തന്നെ വെച്ചാൽ മതിയാവും. നമുക്ക് ആ രീതിയിൽ ഒത്തിരി ചെലവ് കുറയ്ക്കാൻ പറ്റും. കുറച്ച് ലൈറ്റും കുറച്ച് എക്യുപ്മെന്റുകളും മാത്രമേ ഉള്ളെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ബാറ്ററി സിസ്റ്റം കൊടുത്താൽ മതിയാവും. ഇത് കറണ്ടിന് പകരം തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാറുണ്ട് എല്ലാ സമയത്തും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ സിസ്റ്റം വെച്ചിരിക്കുന്നത് വീടിന് പുറത്ത് തുണിയൊക്കെ ഉണങ്ങുന്നതിനായിട്ട് ഷീറ്റ് ഇട്ടിരിക്കുന്ന ഒരു പോർഷനാണ്. ഈ DC സിസ്റ്റത്തിന്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ബാറ്ററിയും കൺട്രോൾ സിസ്റ്റം ഒക്കെ വെച്ചാൽ മതിയാവും. കേബിൾ ത്രൂ ആയിരിക്കും നമുക്ക് വീടിനുള്ളിലേക്ക് കണക്ഷനുകൾ വരുന്നത്. അത് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്ന് ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നുള്ളൂ. നമ്മളൊന്നും പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ബാറ്ററിയാണോ മേടിക്കുന്നത് ആ ബാറ്ററിക്ക് അനുസൃതമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് അതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കുന്ന ബാറ്ററികളാണെങ്കിൽ കൃത്യമായിട്ട് വെള്ളം ഒഴിക്കണം. സീൽഡ് ബാറ്ററികളൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതായി വരില്ല. അപ്പോൾ നിങ്ങൾ ഏത് ബാറ്ററികളാണോ വാങ്ങുന്നത് ആ ബാറ്ററികൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഡൈനിങ് ഹാളിൽ ചെയ്തിരിക്കുന്ന ലൈറ്റാണ് ആദ്യമേ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ലൈറ്റും ഒരു ഫാനും കൂടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. മഞ്ഞ ലൈറ്റിന് താഴെ കാണുന്നതാണ് DC ലൈറ്റ്. ഇത് ഒരു DC ഫാനാണ്. ഇവിടെ KCBയുടെ കറന്റ് വർക്ക് ചെയ്യുന്ന സീലിംഗ് ഫാൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വാൾ ഫാൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ വാട്ടേജ് കൂടിയൊരു ഫാനാണ്. എല്ലാ അവസ്ഥയിലേക്കും റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 3 സ്പീഡ്. സാധാരണ ഒരു AC ഫാൻ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കാറ്റൊക്കെ കിട്ടുന്ന ഒരു ഫാനാണിത്. ഇവിടെ പൊതുവെ ഒരു അല്പം ഇരുട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് പകൽ മുഴുവൻ ഈ ലൈറ്റ് നമ്മൾ ഇട്ട് വെക്കാറുണ്ട്. ഇവിടെ ഒരു വലിയ ബാറ്ററി വെക്കാൻ തന്നെയുള്ള കാരണം അതാണ്. ഇവിടെ പ്രധാന ഹാളിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അകത്തെ മുറിയിൽ നിന്ന് ഒരു ഡ്രിൽ അടിച്ചിട്ട് ആ ഡ്രിൽ ചെയ്ത പോർഷനിലാണ് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡ്രില്ലോ കാര്യങ്ങളോ വയറിങ്ങോ ഒന്നും ഇവിടെ കാണത്തില്ല. ഇവിടെ നമ്മൾ ഫാൻ കൊടുത്തിരിക്കുന്നത് അകത്തെ മുറിയിൽ നിന്ന് ഒരു ഡ്രിൽ അടിച്ചതിന് ശേഷം അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിലെ വയറിങ്ങുകളൊന്നും കാണത്തില്ല. ഫാന്റെ സ്വിച്ചുകളൊക്കെ വരുന്ന ഇതിൽ തന്നെയാണ്. നമുക്ക് ഇത് വലിക്കുന്ന മുറയ്ക്ക് ഈ ഫാന്റെ സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഫാൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതിന് മുകളിലുണ്ട്. ഇത് ഓൾറെഡി റൊട്ടേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സ്വിച്ച് വരും. താഴെ നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ സ്വിച്ച് കറക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വലിച്ചു കൊടുക്കാം. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ അവസ്ഥയൊക്കെ റൊട്ടേറ്റ് ചെയ്ത് നല്ല കാറ്റ് തന്നെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഫാനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ടേജ് കൂടിയ ഒരു ഫാനാണ് ഇത്. അപ്പൊ നമുക്ക് ഈ ലൈറ്റിന് ഒരു സ്വിച്ച് ആവശ്യമായിട്ട് വരും. അത് നമ്മൾ ഈ വയറിംഗ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ സൈഡിലായിട്ടൊരു ബെഡ് സ്വിച്ച് പോലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ ലൈറ്റ് നമുക്ക് കത്തുകയും ചെയ്യും. ഇവിടെ നമ്മൾ വാഷ് ബേസിന്റെ ഭാഗത്ത് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്വിച്ചും നമ്മൾ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യും. നമ്മൾ കണ്ണാടിയിൽ കൂടെ ഒക്കെ കാര്യങ്ങൾ കാണുന്നതിനായിട്ട് സഹായകരമായിരിക്കും. ഇത് നമ്മൾ കാണുന്ന ലിവിംഗ് റൂമാണ്. ഇവിടെ നമ്മൾ ഒരു പെഡസ്റ്റൽ ഫാനാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ മുകളിൽ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ പെഡസ്റ്റൽ ഫാൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു DC പിന്നിലാണ്.
ഇതിങ്ങനെ ഊരിയെടുക്കത്തക്ക രീതിയിൽ ഒരു പിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാൻ ആവശ്യമുള്ള പ്രതലങ്ങളിലൊക്കെ DC പിന്നുകൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി ഫാൻ മേടിക്കാതെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു DC സിസ്റ്റം ചെയ്യുന്നതിന് ഇത് വളരെ സഹായകരമായിരിക്കും. ഇത് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സാധാരണ AC വർക്ക് ചെയ്യുന്ന ഫാൻ പോലെ തന്നെയുള്ള ഒരു DC ഫാനാണ്. ഇതിലൊക്കെ നമ്മൾ ഒരു DC പിൻ കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം ആരും KCBയുടെ കറണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് കണക്ട് ചെയ്യാതിരിക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള പിന്ന് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഹൈറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് എല്ലാ അവസ്ഥയ്ക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഫാനാണ്. ഇതിനും സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്. നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഈ ഹാളിലേക്കുള്ള വയറിംഗ് വന്നിരിക്കുന്നത് പുറത്തുനിന്ന് ചാനൽ വഴിയാണ് അകത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 ലൈറ്റ് കാണുന്നുണ്ട്. ഇതിന്റെ വലത്തുഭാഗത്തായിട്ട് കാണുന്ന ലൈറ്റാണ് നമ്മൾ ഈ വലിയ DC സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇടത്തുഭാഗത്ത് കാണുന്ന ചെറിയ ലൈറ്റ് നമ്മളുടെ കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ചെറിയ യൂണിറ്റ് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. ആ യൂണിറ്റിനകത്ത് വരുന്ന ഇതുപോലെ വരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ വലിയ DC സിസ്റ്റത്തിലെ ലൈറ്റ്. അതിന്റെ സ്വിച്ച് ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇടുന്ന സമയത്ത് ഈ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇവിടെ നിന്നാണ് ഈ കേബിൾ താഴേക്ക് പോയിട്ട് നമ്മുടെ പെഡസ്റ്റൽ ഫാനിലേക്ക് ചെല്ലുന്നത്. ഇത് നമ്മളൊരു ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു ലൈറ്റും ഒരു ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഇത് ഒത്തിരി വാട്ടേജ് കൂടിയ ഫാനല്ല, ഇത് അല്പം വാട്ടേജ് കുറഞ്ഞ ഫാനാണ്. ഇവിടെ ഒരു വാൾ ഫാനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു സീലിംഗ് ഫാൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ DC-യിലുള്ളത് വാൾ ഫാൻ ആക്കിയിട്ടുണ്ട്. ഈ ലൈറ്റിന്റെ സ്വിച്ച് ആണെങ്കിൽ താഴേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു സോക്കറ്റ് വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിടുന്ന സമയത്ത് ആ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇത് നമ്മൾ മറ്റൊരു ബെഡ്റൂമിൽ വെച്ചിരിക്കുന്ന ലൈറ്റിംഗ് സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് ജനലിന്റെ സൈഡിലായിട്ടാണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് ലൈറ്റ് പോയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്ക് നമുക്കൊരു DC പിന്ന് കാണാവുന്നതാണ്. ഈ DC പിന്നിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫാൻ കൊടുക്കുകയോ വാൾ ഫാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ നമ്മളിവിടെ കണക്ഷൻ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈഡ് ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ ലൈറ്റും ടേബിൾ ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് വളരെ വെളിച്ചം കുറഞ്ഞ ഒരു ലൈറ്റാണ്. ഇത് രാത്രി മുഴുവൻ ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ വളരെ വെളിച്ചം കുറഞ്ഞ ഒരു ബെഡ്റൂം ലാമ്പ് പോലെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നത്. വളരെ പ്രായമുള്ള ആളുകൾ കിടക്കുന്ന മുറികളിൽ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള മുറികളിൽ ഇത്തരം ലൈറ്റുകൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് രാത്രി മുഴുവൻ പ്രകാശം ലഭിക്കുന്നതിന് ഇത് വളരെ സഹായകരമായിരിക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ വെളിച്ചം കൂടിയ ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യം വെളിച്ചം കൂടുതൽ വേണ്ട സമയത്ത് നമ്മൾ ആ ലൈറ്റും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ സ്വിച്ചുകളാണ് ഈ കാണുന്നത്. ഇവിടെ 2 സ്വിച്ചുകളാണ് ഇതിനായിട്ടുള്ളത്. ഇതിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടേബിൾ ഫാനാണ്. ഇത് എല്ലാ അവസ്ഥയ്ക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇന്ന് സാധാരണ ഫാൻ പോലെ തന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും മുകളിലായിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഓപ്ഷൻ, സാധാരണ ഫാൻ പോലെ തന്നെ. ഇവിടെ നമ്മൾ കിച്ചണിൽ നൽകിയിരിക്കുന്ന ലൈറ്റാണ്. ഒരു ലൈറ്റാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. കിച്ചണിൽ നമ്മൾ ഫാൻ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ഹോളിൽ നിന്ന് കേബിൾ വന്നതിന് ശേഷം ലൈറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ലൈറ്റിൽ നിന്ന് സ്വിച്ചിലേക്ക് വരുന്നു. ഇവിടെ ഒരു ബോക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്വിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇത് വളരെയധികം സമയം ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ്. കാരണം കിച്ചണിൽ നല്ലൊരു സമയത്തും ഇത് ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് വന്നു. അപ്പൊ ഇത് 2 സെക്ഷനായിട്ടായിരുന്നു ചെയ്തിരുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പുതിയ ഭാഗം പണിത ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ വയറിങ് ഇന്നറിൽ കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പുതിയ വീട് പണിയുന്ന ആളുകൾക്ക് ഇതുപോലെ തന്നെ ഇന്നറിൽ കൂടെ വയറിങ് ചെയ്തിട്ട് DC-യുടെ സിസ്റ്റം കണക്ട് ചെയ്യുന്നതിനായിട്ട് സഹായകരമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും മുകളിൽ ഇന്നറിൽ കൂടെ കേബിൾ വന്നിട്ട് ഒരു ലൈറ്റിലേക്ക് വരികയാണ്. അവിടെ നിന്ന് സ്വിച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചിന്റെ ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് കേബിൾ വരികയാണ്. കേബിൾ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് പെഡസ്റ്റൽ ഫാന് അല്ലെങ്കിൽ മൊബൈൽ ചാർജ് കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള DC-യുടെ കേബിളുകളാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ വന്നതിന് ശേഷം DC പിന്ന് കണക്ട് ചെയ്ത് നമ്മൾ കറണ്ട് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ DC പിന്ന് മെയിലും ഫീമെയിലും കണക്റ്റുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൊബൈൽ ചാർജർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഫാൻ ആണെങ്കിൽ നമുക്ക് മുമ്പേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഫാൻ നമുക്ക് മാറ്റി മാറ്റി കുത്താനായിട്ട് സാധിക്കും. ഒരു സ്ഥലത്തെ ഫാൻ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം നമ്മൾ ഫാൻ വാങ്ങിയാൽ മതിയാവും. നമ്മൾ പിന്നൊക്കെ കണക്ട് ചെയ്തതിനു ശേഷം സാധാരണ ഫാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യാം. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെയും ലഭിക്കുന്നതായിരിക്കും. ഇതേ പോയിന്റിൽ തന്നെ നമ്മൾ DC കൺവെർട്ടർ കണക്ട് ചെയ്തതിനു ശേഷം മൊബൈൽ ചാർജ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. ഇപ്പൊ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്ത് കാണിക്കാം. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. സാധാരണ മൊബൈൽ ചാർജർ തന്നെ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മൊബൈലിന്റെ പിന്നെ കൊടുക്കുന്നു.
സാധാരണ നമ്മൾ AC കറണ്ടിൽ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ DC കറണ്ടിൽ മൊബൈൽ ചാർജ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സംശയം, നല്ല DC ഫാൻ എവിടെ നിന്ന് കിട്ടുമെന്നുള്ളൊരു സംശയം ഉണ്ടായി കാണും. നമുക്ക് മാർക്കറ്റിൽ കടകളിൽ നിന്ന് നല്ല DC ഫാൻ കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിലുള്ള ചെറിയ DC ഫാനുകളാണ്. അപ്പോൾ ചെറിയ കാറ്റ് മതിയെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഫാനുകൾ മേടിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് കറണ്ടൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെയുള്ള വലിയ ഫാനുകളാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ലിങ്ക് ഇടാം. നല്ല ഫാനാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പല സാഹചര്യങ്ങളിലും നമുക്ക് ഇതുപോലത്തെ DC സിസ്റ്റം ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പുതിയ വീടുകളിലൊക്കെ വയറിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒരു DCയുടെ ഒരു കിറ്റ് ഇപ്പോൾ പുതുതായിട്ട് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് സാഹചര്യത്തിൽ എവിടെയും കൊടുക്കത്തക്ക രീതിയിൽ ആണ് ആ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയുടെ നിങ്ങൾക്ക് കാണുന്നത് DCയെ പറ്റി കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആളുകളാണെങ്കിൽ അത്തരത്തിലൊരു കിറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആ കിറ്റും ആ കിറ്റിലുള്ള സാധനങ്ങളെ സംബന്ധിച്ചും ഒരു വളരെ വിശദമായ ഒരു വീഡിയോ തന്നെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, പൊതുവായ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത DC വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും DC വീഡിയോകൾ ചെയ്യുന്നത്. കുറേയധികം DC വീഡിയോകൾ നമ്മൾ ചെയ്യും. ഓരോ സാഹചര്യത്തിൽ എങ്ങനെയാണ് DC പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് മാർക്കറ്റിൽ കിട്ടുന്ന DC പ്രൊഡക്റ്റുകൾ തുടങ്ങിയ പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ തുടർന്നുള്ള വീഡിയോകളിൽ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന പുതിയ DC സിസ്റ്റം ഞങ്ങൾ ഡീലർഷിപ്പ് ത്രൂ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും വിതരണം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഡീലർഷിപ്പിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളെ ആ വീഡിയോ കണ്ടതിന് ശേഷം സമീപിക്കാവുന്നതാണ്. ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ആ ഡീലർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടണും അമർത്തുക. നന്ദി, നമസ്കാരം.